അമ്മ എന്ന സംഘടനയിൽ ബി.ജെ.പിക്കാരും പാടില്ല, ബി.ജെ.പി രാഷ്ട്രീയം ഉയർത്തുന്നവരാരും പാടില്ല എന്നാണ് പറയുന്നത്. അതിനകത്ത് കമ്മ്യൂണിസ്റ്റുകാരുണ്ടോ കോൺഗ്രസ്സുകാരുണ്ടോ? ബി.ജെ.പി വന്നാൽ എന്തോ വലിയ കുഴപ്പമാണ്, അവർ ബി.ജെ.പിക്കാരായിരിക്കുന്നു, അവർ ബി.ജെ.പിക്കാരായിട്ട് ഇതിൻ്റെ പദവികൾ വഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രശ്നമുണ്ടാക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം ഉന്നയിക്കുന്ന മാലാ പാർവതി എന്ന് പറയുന്ന ഒരാളാണ്. ആരാണ് ഈ മാലാ പാർവതി? ഒരു നടിയാണെന്നാണ് പറയപ്പെടുന്നത്. അവരെ അമ്മയിലൊക്കെ ഉള്ളതാണ് എന്നാണ്, അമ്മയിലൊക്കെ പ്രധാനപ്പെട്ട ഒരു ആളാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അവരാണ് ഈ പറയുന്ന ഗുരുതരമായിട്ടുള്ള ആരോപണം. എന്താ ബി.ജെ.പി അനുഭാവിയായിട്ടോ വിശ്വാസിയായിട്ടോ എം.എൽ അതിലെ നടൻ മമ്മൂട്ടി മാർക്സിസ്റ്റുകാരനാണ്, സംവിധായകൻ ഉണ്ണികൃഷ്ണൻ മാർക്സിസ്റ്റുകാരനാണ്. അവരൊന്നും ഇത് മറച്ചു വച്ചിട്ടില്ല, പരസ്യമായിട്ട് പറയുന്നവരാണ്. മുകേഷ് മാർക്സിസ്റ്റുകാരനാണ്, ഗണേഷ് കേരള കോൺഗ്രസ്സുകാരനാണ്, ജഗദീഷ് കോൺഗ്രസ്സുകാരനാണ്, ഇപ്പോൾ വന്നേക്കുന്ന പിഷാരടി കോൺഗ്രസ്സാണ്, എം എൽ എയും. ധർമ്മജൻ ബോൾഗാട്ടി കോൺഗ്രസ്സാണ്. അന്തരിച്ച സലീം കുമാർ കോൺഗ്രസ് ആയിരുന്നു. ഇന്നസെൻ്റ് മാർക്സിസ്റ്റ് ആയിരുന്നു. KPAC ലളിത മാർക്സിസ്റ്റ് ആയിരുന്നു. ഇവർക്ക്, അതായത് കമ്മ്യൂണിസ്റ്റുകാർക്കും കോൺഗ്രസ്സുകാർക്കും, കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും അതിൻ്റെ ഔദ്യോഗിക ഭാരവാഹികളുമായി ഇരുന്നു കൊണ്ട് അമ്മയിൽ ഭാരവാഹിത്വം വഹിക്കാം, സംഘടനയെ നയിക്കാം. അതിലൊന്നും ഒരു കുഴപ്പമില്ല. പിന്നെ ആരാണെന്നാ പറഞ്ഞെന്ന് മാലാ പാർവതി. ഈ മാലാ പാർവതി എന്ന് പറയുന്ന ഒരു നടിയാണല്ലോ. ആ നടി പറയുന്നത് ശ്വേതാ മേനോൻ BJP ആണ്, BJP രാഷ്ട്രീയം ഞങ്ങൾ ഇതിനകത്ത് അനുവദിക്കില്ല എന്ന്. ഇവരാരാണ് ഒരു രാഷ്ട്രീയം അനുവദിക്കാനും അനുവദിക്കാതിരിക്കാനും? ഇവരാര്? അതെ, സാധാരണ ഫാസിസ്റ്റുകളാണ് ഇങ്ങനെ പറയുന്നത്. അല്ല, ഇവരാര്? അതെ, ഇവർക്ക് എന്ത് അധികാരം? ഈ ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടി, ആ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ഒരാൾക്ക്, ഞാൻ മനസ്സിലാക്കിയത്തോളം നടി ശ്വേതാ മേനോൻ BJPക്കാരി അല്ല എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. BJPയുടെ ഒരു സംസ്ഥാന ഭാരവാഹി എന്ന നിലക്ക് എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും അവർ BJP അല്ല. ഇനി അവരാണെന്ന് വെക്ക്, അവർ BJP ആയി ഇരുന്നു കൊണ്ട് അമ്മയുടെ ഭാരവാഹിത്വത്തിൽ ഇരിക്കാൻ പാടില്ല എന്ന് പറയാൻ ഈ മാലാ പാർവതിക്ക് എന്ത് അധികാരം? ആര് കൊടുത്തു ഈ അവകാശം? എന്താണ്, BJP വന്നു കഴിഞ്ഞാൽ ആകാശം ഇടിഞ്ഞു വീഴുമെന്നാണോ മാലാ പാർവതി ധരിക്കുന്നത്? ഈ മാലാ പാർവതി പണ്ട് എന്തോ SFIയിലുണ്ടായിരുന്ന ഒരു കേസല്ലേ? CPM പ്രവർത്തക, CPMൻ്റെ അനുഭാവി, എല്ലാ കാര്യങ്ങളിലും CPM ആണ് അവർ. അപ്പോൾ അവരുടെ രാഷ്ട്രീയം പറയാനാണ് ഈ സംഘടന ഉപയോഗിക്കുന്നത്. അവരാര്? ഇവർ മനസ്സിലാക്കാത്ത കാര്യം, അവർക്ക് സാമാന്യം നല്ല പ്രായമുണ്ടെന്ന് തോന്നുന്നു. അത് കാരണം അവരുടെ പ്രായത്ത് കമ്മ്യൂണിസം തകർന്നോ എന്ന് ഇവർ അറിഞ്ഞിട്ടില്ലേ? സാധ്യതയില്ല, കമ്മ്യൂണിസ്റ്റുകൾക്ക് അത്ര ശേഷിയില്ലല്ലോ. കമ്മ്യൂണിസം തകർന്നു കഴിഞ്ഞ് ബംഗാളിൽ തകർന്നു, ത്രിപുരയിൽ തകർന്ന്, ഇനി ആകെ ഉള്ളതെന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്തില്ല. ഒരു ശിവൻകുട്ടിയും കടകംപള്ളി സുരേന്ദ്രനുമാണ് ഇപ്പോൾ തിരുവനന്തപുരത്തുള്ളത്. വേറെ ആരും ഇല്ല. തകർന്നു കഴിഞ്ഞ് കണ്ണൂർ പാർട്ടി മരവിച്ച് കോച്ചുവാദം പിടിച്ച് കിടക്കുകയാണ്. ആ സമയത്താണ് ഇവർ വന്നിട്ട് പറഞ്ഞത് ഇത് BJP രാഷ്ട്രീയം പറ്റില്ല എന്ന്. BJP രാഷ്ട്രീയം പറ്റില്ല. പിന്നെ പറയുന്നത് എന്താണ്? അദാനിയുടെ കാശ് ഞങ്ങൾക്ക് വേണ്ട. ഇവരാരാണത് പറയാനായിട്ട്? അമ്മയുടെ ജനറൽ ബോഡി കൂടി ഞങ്ങൾക്ക് അദാനിയിൽ നിന്നും കാശ് നമ്മൾ സ്വീകരിക്കേണ്ടതില്ല, അദാനിയിൽ നിന്നല്ല ആരിൽ നിന്നും പണം സ്വീകരിക്കേണ്ടതില്ല എന്നൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. അമ്മ ഈ കാശ് ഉണ്ടാക്കിയത് മുഴുവൻ ബിസിനസ്സുകാരിൽ നിന്നല്ലേ? അതെ, ഓരോ ഷോ നടത്തുമ്പോഴും അത് വലിയ കമ്പനിക്കാരെ കൊണ്ട് സ്പോൺസർ ചെയ്യിപ്പിച്ചിട്ടല്ലേ നടത്തിയിരുന്നത്. ഇതൊക്കെ മറന്നുപോയാ ഇവർ? അല്ലാതെ അമ്മ ആകാശത്ത് നിന്ന് നോട്ടടിച്ചെടുത്തതല്ലല്ലോ, ഒരിക്കലുമല്ല. അമ്മ ഇത് ആകാശത്ത് നിന്ന് നോട്ടടിച്ചെടുത്തതല്ലല്ലോ. ഇവിടുത്തെ വലിയ വ്യാപാര വ്യവസായികളിൽ നിന്ന് സ്പോൺസർഷിപ്പ് വാങ്ങിച്ച് അവരുടെ അടുത്ത് നിന്ന് കാശ് വാങ്ങിച്ചിട്ടാണ് അമ്മയ്ക്ക് ഫണ്ട് ഉണ്ടാക്കിയത്.
അത് യൂസഫ് അലിയുടെ അടുത്ത് നിന്ന് കാശ് വാങ്ങിക്കാം, അദാനിയുടെ അടുത്ത് നിന്ന് കാശ് വാങ്ങിക്കാൻ പാടില്ലെന്നാണോ ഇവർ പറയുന്നത്? എന്ത് ന്യായം, എന്ത് യുക്തി? ഇത് ആരപ്പാ ഇവരെ? കോമൺ സെൻസും ഇല്ലേ? അതുണ്ടെങ്കിൽ ഇങ്ങനെ സംസാരിക്കില്ല. അല്ല, എന്താ ഇവർ ധരിച്ചേക്കണത്? എന്താ BJP രാഷ്ട്രീയത്തിന് ഇവർക്കൊരു കുഴപ്പം? എന്താ അതും കൂടി പറയട്ടെ. ഇവർ ഈ യൂണിവേഴ്സിറ്റി കോളേജിൽ SFI നിലവാരത്തിൽ നിൽക്കുന്ന ചില കക്ഷികളാണ്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. യൂണിവേഴ്സിറ്റി കോളേജിലാണോ പഠിച്ചത്? അതറിയില്ല, ആ നിലവാരമാണ് SFIക്കാരുടെ. വേറൊരു രാഷ്ട്രീയം അംഗീകരിക്കില്ല. എന്താ ഇവര് പറയുന്നത്? ഇവരാര്? അവരില്ലെങ്കിലും മലയാള സിനിമയ്ക്ക് ഒരു കുഴപ്പമില്ല. അതെ, മലയാള സിനിമയിൽ വന്ന് അതുകൊണ്ട് ഉപജീവനം നടത്തുന്ന ഒരാൾ എന്ന നിലക്ക് അംഗീകരിക്കാം. പക്ഷെ അവരില്ലെങ്കിൽ മലയാള സിനിമയേ ഇല്ല. മലയാള സിനിമ എങ്ങനെയാകണം, നടീനടന്മാരുടെ സംഘടന എങ്ങനെയാകണം എന്നൊക്കെ താൻ തീരുമാനിക്കും എന്ന് പറയാൻ തക്ക വിധത്തിൽ ഇവർക്ക് ആര് അധികാരം കൊടുത്ത്? മാർക്സിസ്റ്റ് പാർട്ടി കൊടുത്ത? പിണറായി വിജയൻ പോലും അങ്ങനെ പറയുന്നില്ലല്ലോ. അപ്പോൾ കരിമണൽ കർത്തായിൽ നിന്ന് ഈ മാലാ പാർവതിയുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകള് കാശ് വാങ്ങിച്ചതിനെക്കുറിച്ച് മാലാ പാർവതിക്ക് എന്താണ് പറയാനുള്ളതെന്നും കൂടി ഒന്ന് പറയൂ. അവിടെ ഒന്നും മിണ്ടില്ല. അത് നോക്കുകൂലിയല്ലേ മേടിച്ചത്, ഒരു പണിയും ചെയ്യാതെ കാശ് വാങ്ങിച്ച്. അമ്മ എന്ന് പറയുന്ന സംഘടനയ്ക്ക് ആരെങ്കിലും പണം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് തന്നെ വെക്കട്ടെ. ആ പണം സ്വീകരിക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കേണ്ടത് ആരാണ്? ആ സംഘടനയുടെ ജനറൽ ബോഡി ചേർന്നിട്ട് തീരുമാനിക്കണം. കാരണം ഇതൊരു പോളിസി ഡിസിഷനാണ്. അതപ്പം അംബാനിയുടെ അടുത്ത് നിന്ന് കാശ് വാങ്ങിക്കുമെന്നല്ല, ഇത്തരത്തിൽപ്പെട്ട ഒരു മുതലാളിയുടെ അടുത്ത് നിന്ന് ഞങ്ങൾ കാശ് വാങ്ങിക്കില്ല എന്ന് തീരുമാനിക്കണം. അപ്പോൾ അമ്മയുടെ പരിപാടിക്ക് സ്പോൺസർഷിപ്പ് പറ്റില്ല. ഈ നടീനടന്മാർക്കൊക്കെ അവിടെ പോയിട്ട് മറ്റേ ഇളിച്ചു കാട്ടിയും കാശ് വാങ്ങിക്കാൻ പറ്റില്ല. നിങ്ങളെല്ലാം കൂടി വരൂ, ഈ കടയിൽ വരൂ, ഇവിടെ നിന്നെല്ലാം വെറുതെ തരും എന്ന് പറഞ്ഞിട്ട് വരുന്നില്ലേ? ഈ മുണ്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഭിമാനം കിട്ടുമെന്ന് പറയുന്നത് ഇതൊക്കെ മുതലാളിമാരുടെ കാശല്ലേ മേടിക്കുന്നത്? അതെ. എന്താ ഇവർ ധരിച്ചേക്കണത്? ഇതെന്താ ഇത്? രാഷ്ട്രീയത്തിൽ ഗുണ്ടായിസം നടത്താൻ വേണ്ടിയിട്ട് ഒരു സ്ത്രീ ഇറങ്ങി വരിക, എന്ത് പരിപാടി ഇത്? ചോദിക്കാനും പറയാനും ആരുമില്ലേ? എന്നാൽ ആദ്യം തന്നെ ഇവരോടൊക്കെ പാർട്ടി അംഗത്വം രാജിവെക്കാൻ പറയൂ. മമ്മൂട്ടിയോട് പറയൂ. ഇവരോടൊക്കെ പാർട്ടി അംഗത്വം രാജിവെച്ചിട്ട് വരാൻ പറയൂ. പാർട്ടി MP ആയിരിക്കുന്ന സമയത്തല്ലേ ഇന്നസെൻ്റ് അമ്മയും നയിച്ചിരുന്നത്? അതെ. അപ്പം ഇല്ലാത്ത കുഴപ്പം എന്താണ്? ശ്വേതാ മേനോൻ ഇനി BJP ആയിക്കഴിഞ്ഞാൽ അപ്പോഴില്ലാത്ത കുഴപ്പം ഇപ്പോൾ വരുമോ? മമ്മൂട്ടി പാർട്ടി ചാനലിൻ്റെ ചെയർമാനും കൂടിയാണ്. അല്ല, മറ്റേ ആൾ MLA ആയിരുന്നതല്ലേ? മുകേഷ്, ഗണേഷ്. അപ്പോൾ പിന്നെ ആരുടെ രാഷ്ട്രീയം പറ്റില്ലെന്നാ പറയണത്? BJP മാത്രം പറ്റില്ല. എന്താ BJPക്കാർക്ക് അയിത്തം കളിപ്പിക്കാൻ ഇവരാരേ? ഹൂ ഈസ് ദിസ് മാലാ പാർവതി? എ വെരി സ്മോൾ ആർട്ടിസ്റ്റ്, അല്ലാതെ വേറെ ആരുമല്ലല്ലോ. ഒന്നുമല്ല അവർ. എന്നിട്ട് വന്നിരുന്നുകൊണ്ട് BJPയെ പറയുന്നു. അവർക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അതിനകത്ത് BJPയെ വലിച്ചിഴക്കരുത്. അല്ല, ഈ ബാബുരാജ് എന്ന് പറയുന്ന നടൻ ഒരു ഗുരുതരമായിട്ടുള്ള ആരോപണം അവിടെ നിന്നിട്ട് പറഞ്ഞു ഈ അമ്മയുടെ യോഗത്തിൻ്റെ ഇടയ്ക്ക്. അതായത് ഈ സ്ഥാനാർത്ഥിയാവാൻ വേണ്ടിയിട്ട് BJPയിൽ നിന്ന് കാശ് വാങ്ങിച്ചു എന്ന്. അതായത് BJPയിൽ നിന്ന് കാശ് വാങ്ങിച്ചു എന്ന് പറയുന്നതിന് ഇവർ അങ്ങ് അറ്റം വരെ പറയുകയാണ്. BJPയുടെ സംസ്ഥാന അധ്യക്ഷനെ വരെ അതിൻ്റെ അകത്തേക്ക്, ദേശീയ അധ്യക്ഷനെ വരെ അതിൻ്റെ അകത്ത് വലിച്ചഴിക്കുന്നുണ്ട് ഇവർ. ഈ പറയുന്ന ബാബുരാജ് ഇതൊക്കെ ഒന്നും പറയിപ്പിക്കരുത്. ബാബുരാജ് KSUകാരനും കോൺഗ്രസ്സുകാരനുമായിരുന്നല്ലോ. ആയിരുന്നു. ബാബുരാജ് അബു വധക്കേസിലെ, കൊലപാതക കേസിലെ പ്രതിയായിരുന്നു ജയിലിൽ കിടന്ന ആളാണ് ബാബുരാജ്. പശ്ചാത്തലം അതാണ്. ആ പശ്ചാത്തലത്തിൽ നിന്ന് വന്ന അയാൾ സിനിമയിൽ ഗുണ്ടയായിട്ടൊക്കെ അഭിനയമൊന്നുമില്ല, ഗുണ്ടയായിട്ട് നിൽക്കുകയല്ലേ. ബാബുരാജിൻ്റെ ഒരു അഭിനയ മുഹൂർത്തം നിങ്ങൾ എപ്പോഴെങ്കിലും ഓർത്തിരിക്കുന്നുണ്ടോ? നിങ്ങൾ ദിനമാണെന്ന ഒരാളല്ലേ? ഇല്ല. ഗുണ്ട ഓർമ്മ മാത്രമേ ഉള്ളൂ. ആകെ മറ്റേ വന്നിട്ടിടിക്കുക, എന്നിട്ട് തെറി പറയുക, തന്തക്ക് വിളിക്കുക, അത് കഴിഞ്ഞ് നായകൻ്റെ ഇടികൊണ്ട് വീഴുക, ഇതാണല്ലോ ആകെയുള്ള സംഭവം.
ഇതിനെ അഭിനയം എന്നാണോ വിശേഷിപ്പിക്കേണ്ടത്? അമിത്ഷായുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിയെന്നാണ് യോഗത്തിൽ പറയുന്നത്. ആര്? അയാൾ ഇപ്പോൾ ഒരു കാര്യമുണ്ട്, വെല്ലുവിളിക്കണം, അയാൾ തെളിയിക്കണം. അല്ലാണ്ട് വായിൽ തോന്നിയതൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിങ്ങളുടെ അമ്മ സംഘടനയിൽ പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ തീർക്കെന്ന്. അതിന് BJPയെയും BJPയുടെ നേതാക്കളെയും വലിച്ചടക്കരുത്. വലിച്ചടച്ചാൽ വിവരം അറിയേണ്ടി വരും. നിങ്ങളുടെ സംഘടനയിൽ പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ തീർക്ക്. ഇല്ലെങ്കിൽ അത് പിരിച്ചുവിടട്ടെ. അല്ല, അത് ചെയ്യാൻ പാടില്ല. കാരണം ഈ അമ്മ സംഘടന ഒരുപാട് പേരെ സഹായിക്കുന്നുണ്ട്. ഈ സിനിമയിലുള്ളവരില്ലേ ഒരു സാറ് വെറും നാണം കെട്ട പരിപാടിയൊക്കെയാണ് ഇതിൻ്റെ അകത്ത് അടിയായിട്ട് വെളിയിൽ. അല്ലാതെ ഈ 10% പേർക്ക് മാത്രമേ സിനിമയിൽ പോകുന്നതിൽ കാശുള്ളൂ. അതെ. ഇപ്പോൾ ഒരുപാട് സിനിമകളിൽ നായകനായിട്ട് അഭിനയിച്ചതാണ് സോമൻ. ആ സോമൻ്റെ കുടുംബക്കാരെന്തോ പായസ വിൽപ്പനയൊക്കെ നടത്തണമെന്നും പറഞ്ഞിട്ട് ഞാൻ കണ്ട്. സോമനെ പോലുള്ള ഒരു നടൻ, വലിയ സോമൻ എത്രയോ ഹീറോ ആയിരുന്നില്ലേ? അത് തന്നെയല്ല, അയാൾ അഭിനയിച്ചതിൽ ഹീറോ ആകുന്നതിന് മുൻപ് അയാൾ ചട്ടക്കാരി എന്ന് പറഞ്ഞൊരു സിനിമയിൽ ഒരു ചെറിയ റോൾ ചെയ്തിട്ടുണ്ട്. ഗംഭീരമായി പെർഫോം ചെയ്തേക്കുന്ന ഒരു റോളാണ്. അയാൾ നല്ല നടനുമാണ്, ഇവരെ പോലെയൊന്നുമല്ല, നല്ല നടനുമാണ്. അപ്പോൾ ഈ 10% പേർക്ക് അതിനകത്ത് കാശുള്ളൂ. ബാക്കിയുള്ളവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നന്നത്തെ അപ്പം കൊണ്ടൊക്കെ കഴിയുന്നവരാണ്. അവർ 60 വയസ്സൊക്കെ ആകുന്ന സമയത്ത് അവർക്ക് രോഗം വരുമ്പോഴും മരുന്ന് വാങ്ങിക്കാൻ 10,000 രൂപ വരെ കൊടുക്കുന്നുണ്ട്. ആ മരുന്നിൻ്റെ ലിസ്റ്റ് കൊടുത്തു കഴിഞ്ഞാലേ, അങ്ങനെയാണ് അവർ കൊടുക്കുന്നത്. എൻ്റെ അടുത്ത് പറഞ്ഞത് എൻ്റെ സ്നേഹിതനായ ബാലേന്ദ്രനാണ് പറഞ്ഞത്. ആ ലിസ്റ്റ് കൊടുത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞടാ, എനിക്ക് വളരെ സന്തോഷമായി. കാരണം മരുന്നിൻ്റെ ലിസ്റ്റ് അങ്ങോട്ട് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ മരുന്ന് അവിടെ വീട്ടിലെത്തിച്ചു കൊടുക്കും. ഇതൊരു സേവനമാണ്, അത് വലിയ സേവനമാണ്. അങ്ങനത്തെ ഒരു സേവനം നടത്തുന്ന ഒരു സംഘടനയാണ്. ആ സേവനം നടത്തുന്നതിന് വേണ്ടി ഈ മുതലാളിമാരുടെ അടുത്ത് നിന്നൊക്കെ സ്പോൺസർമാരാക്കി വെച്ച് അവരുടെ അടുത്ത് നിന്ന് കാശ് വാങ്ങിയിട്ടാണ് ചെയ്തേക്കണം. അത് ഈ വേറെ ആരുടെ അടുത്തൊന്നുമല്ല, അവരുടെ അടുത്ത് നിന്ന് കാശ് വാങ്ങിയിട്ടാണ് ചെയ്തേക്കണം. അല്ലാതെ ഇവർ ഇവിടെ നിന്നാണ് കാശ് കൊണ്ടുവരുന്നത്. മുതലാളിമാർക്ക് കാശുള്ളത് കൊണ്ട് മാത്രം നിലനിൽക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് സിനിമ. അല്ലെങ്കിൽ അവിടെ നിൽക്കാനായിട്ടാണ്? ഇതിനകത്ത് കാശ് മുടക്കണ്ടേ? മുതലാളിമാരാണ് കാശ് മുടക്കിയിട്ട് ഈ സിനിമയെ നിലനിർത്തിയിട്ടുള്ളത്. പക്ഷേ ഒരുപാട് പേർക്ക് പണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ചാക്കോ മുതലാളിയും സുബ്രഹ്മണ്യം മുതലാളിയുമായിരുന്നു നിർത്തി ചെയ്തുകൊണ്ടിരുന്നത്. എന്താ പറഞ്ഞാൽ അല്ല, ഒരുപാട് പേർക്ക് സഹായമാവുന്നുണ്ട്. പക്ഷേ ഈ വിഴുപ്പലക്കല് നാട്ടുകാർ സഹിക്കണം. അല്ല, നാട്ടുകാർ സഹിക്കേണ്ടതിൻ്റെ ഇല്ല, സംഘടനയുടെ കൂടെ പ്രശ്നങ്ങൾ സംഘടനയ്ക്ക് അകത്തിട്ട് തീർക്കണമെന്ന്. അതിന് ഇന്ത്യ ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി, ആ രാഷ്ട്രീയ പാർട്ടിയെ വലിച്ചിഴക്കാൻ ഇവർക്ക് ദേശീയ അധ്യക്ഷനും ആഭ്യന്തരമന്ത്രിയെയൊക്കെയാണ് ഇവർ. അല്ല, ഇവർക്ക് അധികാരം കൊടുത്ത്? ഒന്നുകിൽ അത് തെളിയിക്കാനുള്ള ചങ്കൂറ്റം കാണിക്കണം, ആണത്തം കാണിക്കണം. അല്ലാണ്ട് 6 അടി പൊക്കത്തിൽ ഇങ്ങനെ നെഞ്ചും പിരിച്ച് നിന്നിട്ട് കാര്യമായില്ല. ചങ്കൂറ്റം കാണിക്ക്, ദേ ഞങ്ങളുടെ അടുത്ത് തെളിവുണ്ട്, ഇന്ന തെളിവുണ്ടെന്ന് പറയട്ടെ. അല്ലാതെ ഒരു ദേശീയ പാർട്ടിയുടെ നേതാക്കളെല്ലാം വിളിച്ച് ഈ അമ്മ പോലുള്ളൊരു ഊപ്പ സംഘടന, അതൊരു ചെറിയ സംഘടനയില്ലേ, ഒരു ഊപ്പ സംഘടനയ്ക്ക് വേണ്ടിയിട്ട് ഇതിനെയൊക്കെ വലിച്ചഴക്കുക എന്നൊക്കെ പറഞ്ഞാൽ മഹാവൃത്തികേടാണ്. ചെയ്യാൻ പാടില്ല. അത് ഇവരറിയണം. അത് ഈ അതിനകത്തുള്ള 2 സൂപ്പർ താരങ്ങളില്ലേ, കുറേ സൂപ്പർ താരങ്ങളുണ്ടെന്നാണ് പറയണത്. 2 പേരുണ്ടല്ലോ, അവർ പറഞ്ഞു കൊടുക്കണം ഇത് ഇങ്ങനെ ചെയ്യരുത്. മമ്മൂട്ടിയും മോഹൻലാലും ഇത് പറഞ്ഞു കൊടുക്കണം. ഇങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിയെ അവഹേളിക്കുന്ന വിധത്തിൽ ഈ അംഗങ്ങൾ പെരുമാറരുത് എന്നുള്ള കാര്യം പറഞ്ഞു കൊടുക്കണം. മോഹൻലാൽ അവിടെ മൗനം പാലിച്ചിരുന്നു ആ യോഗം നടക്കുമ്പോൾ. മമ്മൂട്ടി അവിടെ എത്തിയതുമില്ല. അല്ല, അതുകൊണ്ട് കാര്യമില്ല. എത്താലും എത്തിയില്ലെങ്കിൽ ഇവർ 2 പേരുമാണല്ലോ ഇത് നടത്തിക്കൊണ്ട് പോകുന്നവർ. അവരും ഞാൻ ചോദിക്കട്ടെ, ഈ മമ്മൂട്ടി, മോഹൻലാൽ, ദിലീപ് ഇവരൊക്കെ ചില ആൾ കൂടുള്ളൂ. അതുകൊണ്ട് ഇപ്പം മാലാപാർവതി എന്ന് പറഞ്ഞാൽ അവിടെ 10 പേര് കൂടുക? ഇല്ല, ഒരാളും കൂടൂല. പിന്നെ എങ്ങനെയാണ്? നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്നതാണ് ഞങ്ങളുടെ വിജയം. ഒപ്പം നിങ്ങൾ കൂടെ ഉണ്ടാവണം, ഒപ്പം സഞ്ചരിക്കണം. ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം ഇന്ന് തന്നെ.